മേൽശാന്തി മന്ത്രം ജപിച്ച് ഗംഗയെ തൃക്കടയൂർ ക്ഷേത്രത്തിൽ എത്തിച്ച കഥ പുറത്തെല്ലാം അറിഞ്ഞു കഴിഞ്ഞോ? അറിഞ്ഞു കഴിഞ്ഞോന്നോ? ആ കഥയൊക്കെ ഇപ്പോ നാട്ടിലൊക്കെ പാട്ടല്ലേ. ഇങ്ങനെയുള്ള അത്ഭുത വൃത്താന്തങ്ങൾ കാട്ടുതീ പോലെ പരക്കില്ലേ അങ്ങനെ? മേൽശാന്തിക്ക് ഭക്തജനങ്ങളുടെ പ്രീതി വർദ്ധിച്ചു വരികയാണല്ലോ. പലരും വന്ന് മേൽശാന്തിയുടെ കാലിൽ വീഴുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അയാളെ ക്ഷേത്രത്തിൽ വെച്ച് വാഴിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുമല്ലോ. അങ്ങുന്നേ, എനിക്ക് ബലമായൊരു സംശയം. ക്ഷേത്രത്തിലെ അന്നന്നത്തെ ചെലവിന്റെ കണക്കുകൾ മേൽശാന്തി രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന്. വരവ് ചിലവുകൾ എഴുതി വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നാം അത് ചെയ്യുന്നുമുണ്ട്. മേൽശാന്തി എന്തിന് ചെലവിന്റെ കണക്കുകൾ എഴുതണം? ചെലവ് 10 ആണെങ്കിൽ 100 അങ്ങ് എഴുതി വെക്കില്ലേ? മേൽശാന്തി എഴുതി വെക്കുന്നത് കൃത്യമായ ചെലവും. മേൽശാന്തി തീയതി വെച്ച് കണക്കെഴുതി രാജാവിനെ ഏൽപ്പിച്ചാൽ അങ്ങുന്നിന്റെ അഴിമതി രാജാവ് മനസ്സിലാക്കും. അങ്ങുന്നിന് പിടിയും വീഴും.